വനവാസി ഊരുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ എത്തിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ വിദ്യാവാഹിനി പദ്ധതി പ്രതിസന്ധിയിലേക്ക്. പദ്ധതിയുടെ ഭാഗമായി സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്ക് മാസങ്ങളായി പണം നൽകുന്നില്ല. കുടിശ്ശിക ഉൾപ്പെടെയുള്ള പണം നൽകുന്നത് ഇനിയും വൈകിയാൽ സർവീസ് നിർത്തേണ്ട അവസ്ഥയിലാണ് വാഹന ഉടമകൾ. വാഹന സൗകര്യം കുറവുള്ള വനവാസി ഊരുകളിൽ നിന്നും മറ്റുമായ കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് വിദ്യാവാഹിനി പദ്ധതി ആരംഭിച്ചത്. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് നിരവധി വാഹനങ്ങൾ സർവീസ് നടത്തുന്നുമുണ്ട്. എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇവർക്ക് അനുവദിക്കപ്പെട്ട തുക ലഭിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ തുക ലഭിച്ചത് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ. വിദ്യാവാഹിനി ആരംഭിച്ചതിന് ശേഷം ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബറിലുള്ള പൈസ കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു 5 മാസത്തെ പൈസ ഞങ്ങൾക്ക് പെൻഡിങ് ആണ്. അതിപ്പോൾ ഈ മാസം അവരോട് ചോദിക്കുമ്പോൾ പറയണമെന്ന് വെച്ചാൽ അവർക്ക് ഫണ്ടില്ല, ഫണ്ടായിട്ടില്ല, ഫണ്ട് വരുമ്പോൾ പറയാം എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ കുറേ കാലമായിട്ട് നടക്കണമായിട്ട് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനിങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്കിത് മുമ്പോട്ട് അതായത് വണ്ടി ഓടാനുള്ള പറ്റാത്തൊരവസ്ഥയിലാണ്. തുക ലഭിക്കാതായതോടെ വാഹന ഉടമകൾ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികളും തവണ അടവുകളും മുടങ്ങി. ദിവസങ്ങൾ തള്ളി നീക്കാൻ പാടുപെടുകയാണ് വാഹന ഉടമകളും ഡ്രൈവർമാരും. ഞങ്ങൾക്ക് വണ്ടി ഓടിയിട്ട് വേണം ഞങ്ങളുടെ ബാക്കി കാര്യങ്ങൾ നോക്കാനാണ്. ഡീസൽ ഇടിക്കണമെങ്കിൽ പോലും ഞങ്ങൾ ഒരു ട്രിപ്പ് ഓടിയാലേ നടക്കുകയുള്ളൂ. ബാധ്യത CC അടയ്ക്കണം, വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങൾ നോക്കണം. പിന്നെ ഈ ഇടയ്ക്ക് ഈ വായ്പകൾ മേടിച്ചാണ് ഞങ്ങൾ ഈ ഡീസൽ അടിച്ച് മുന്നോട്ട് പിള്ളേരെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവരോട് പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇതിനൊരു നടപടി ഉണ്ടാവണം. ഇടുക്കി അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ പഠനം നടത്തുന്ന ചിന്നപ്പാറക്കുടിയിലെ 100-ലധികം കുട്ടികൾ വിദ്യാവാഹിനി പദ്ധതിയെ മാത്രമാണ് ആശ്രയിക്കുന്നത്. മാങ്കുളം അടക്കമുള്ള മേഖലകളിലും കുട്ടികൾ ഈ പദ്ധതിയെ ആശ്രയിക്കുന്നു. തുക ലഭിക്കാതെ ഇനി മുമ്പോട്ട് പോകാനാകില്ലെന്ന നിലപാടിലാണ് വാഹന ഉടമകൾ ഉള്ളത്. ഇന്ധനം നിറയ്ക്കാനുള്ള തുക പോലും ഇല്ലാതായാൽ സർവീസ് നിർത്തിവെക്കാൻ നിർബന്ധിതരാകുമെന്നും വാഹന ഉടമകൾ മുന്നറിയിപ്പ് നൽകുന്നു. വിഷയത്തിൽ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ജനം, ഇടുക്കി.